ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മൾ നോക്കിയാൽ കാണുന്ന ദൂരത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാകാം. അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിൽ ഒരു രജതരേഖയായി ഈ ഡോക്യുമെൻ്ററി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. കമാൽ പാഷ സാഹിബിനെ കുറിച്ചെടുക്കുന്ന ഈ ഡോക്യുമെൻ്ററി അത് വിജ്ഞാനപ്രദമായിരിക്കുമെന്നുള്ളത് എനിക്ക് എല്ലാ ഉറപ്പുമുണ്ട്. കാരണം അതങ്ങനെ ആയിരിക്കണമല്ലോ. അതിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ആ ഡോക്യുമെൻ്ററി ഒരു പഠന വിഷയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കമാൽ പാഷയുടെ ജീവിതത്തെ ആധാരമാക്കി ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴല്ല, നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു രീതിയായിരിക്കും. ഈ നിങ്ങളുണ്ടാക്കുന്ന ഈ ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ പഠന ഗവേഷണ വശങ്ങളെക്കുറിച്ച് സമഗ്രമായ ചിത്രം അവതരിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശംസകൾ. എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യമുണ്ട്. ഗിന്നസ് ബുക്കിൽ ചിലപ്പോൾ പേര് കിട്ടുമോ, ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടും എന്ന് തോന്നുന്ന എനിക്കൊരവസ്ഥ. 13 മക്കളുള്ള അദ്ദേഹത്തിന് ആ 13 മക്കളെയും പ്രൊഫഷണലിസ്റ്റായി പഠിപ്പിക്കാനും പ്രൊഫഷണലിസ്റ്റുകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞ ഒരു വ്യക്തി. അലിഗൽ പോകാൻ, ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള പ്രചോദനം എനിക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. പാസാറെ കുറിച്ച് പറയാനുള്ളത് എ കംപ്ലീറ്റ് മാൻ, ഒരു പൂർണ്ണ മനുഷ്യൻ. അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ കാണാറുണ്ട്. എനിക്ക് അയൽവാസി ബന്ധം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് നന്മയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പല നന്മകളും. 2 വീടുകളുടെ അതിർത്തിക്ക് വേണ്ടിയുള്ള ഒരു അരമതിലിൻ്റെ വ്യത്യാസത്തിൽ എന്നാൽ ഒരു കുടുംബം പോലെ ജീവിതത്തിൻ്റെ എല്ലാ സൗഹൃദങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞ ഒരു അയൽപക്ക ബന്ധം. ചില ആളുകളുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കെടുക്കുമ്പോൾ നല്ല ചില മനസ്സിനൊരു കുളിർമ ലഭിക്കും എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു അനുഭവമാണ്. കുറേ ആളുകൾ ഇങ്ങനെ നല്ല അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. പിന്നീട് അവരൊന്നുമില്ല. അതപ്പോൾ ഒരാൾക്ക് ഒരു ഈ കോഴ്സ് പഠിച്ചിട്ട് അദ്ദേഹം ഇതിൽ വിജയിച്ചാൽ ഒരു 300 രൂപയെങ്കിലും, ഒരു 2-3 ആളുകളെങ്കിലും ഒരു ദിവസം കിട്ടിയ 100 രൂപ വെച്ച് 300 രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ നിത്യജീവിതം കഴിഞ്ഞു പോലെ. അങ്ങനെ റീഹാബിലിറ്റേഷൻ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ അക്യുപങ്ക്ചറിൻ്റെ കോഴ്സ് നടത്തുന്നത് എന്നോട് പറയുന്നത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, മൂപ്പരവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാനും പലരും വിദ്യാഭ്യാസ ഇന്ന മേഖലയിൽ പോയിക്കോളി, മറ്റ് മേഖലയിൽ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിദ്യാഭ്യാസ മേഖല ഉയർത്തേണ്ടത്. എല്ലാത്തിലും ഒരു ഷിഫ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് സാർ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ സാർ ഒന്നിന് എതിര് പറയാറില്ല. അപ്പം അത് വലിയൊരു പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലും എന്ത് തന്നെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാലും അത് വേണ്ട രീതിയിൽ അതിനെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു എത്രത്തോളം വന്നാൽ ഇവിടെ മലർവാടിയുടെ ഒരു തൈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഓരോ വിദ്യാർത്ഥികൾക്കും തൈ നടാൻ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്ഥാപനം തിരഞ്ഞെടുത്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അതിന് സ്ഥലം അനുവദിക്കുകയും അത് നടുകയും ഇപ്പോൾ അത് ഒരു നല്ല ഫലവൃക്ഷമായി മാറുകയും ചെയ്തു. ഇപ്പോൾ പാഷാസ് അക്കാദമി എന്ന് ഇവിടെ പറയുന്നതിനപ്പുറം പാഷാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിത്വം എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഓരോ വിഷയത്തിലും എക്സ്പേർട്ടായ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത വിഷയങ്ങളിൽ എക്സ്പേർട്ട്. എന്നാൽ സാറെ സംബന്ധിച്ചിടത്തോളം സാറ് മൾട്ടി ഡിസിപ്ലിനറിയിൽ സാറ് തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലുള്ള വ്യത്യസ്തമായ കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെയും അടുത്തറിയുവാൻ ഞങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെട്ടു. നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും സാറിനോടാണ് പിന്നെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടൊരു ഞാൻ എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം എന്നുള്ളത് വരുത്തിയത് സാർ ഏകദേശം സാറിൻ്റെ